ഒരു ഹൈന്ദവ രാജാവ് ക്രിസ്ത്യൻ വിശ്വാസികൾക്കായി പണി കഴിപ്പിച്ചു എന്നതുകൊണ്ട് തന്നെ മതസൗഹാർദ്ദത്തിന്റെ വലിയ പ്രതീകമാണ് ഈ പള്ളി. ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയതും മനോഹരവുമായ പള്ളികളിൽ ഒന്നാണ് മൈസൂരിലെ ഫിലോമിന ചർച്ച്. 1843 മൈസൂർ രാജാവായിരുന്ന മുമ്മുടി കൃഷ്ണരാജ വോഡയാർ ഒരു ചെറിയ പള്ളി പണി കഴിപ്പിച്ചിരുന്നു. അക്കാലത്ത് മൈസൂരിലും ശ്രീരംഗപട്ടണത്തിലുമായി താമസിച്ചിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്കും ക്രിസ്ത്യൻ വിശ്വാസികൾക്കും പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഇത് നിർമ്മിച്ചത്. 1926 റോമിൽ നിന്നും വിശുദ്ധ ഫിലോമിനയുടെ തിരുശേഷിപ്പ് അന്നത്തെ മൈസൂർ രാജാവിന്റെ സെക്രട്ടറി ആയിരുന്ന തമ്പുചെട്ടിക്ക് ലഭിക്കുകയും വിശ്വാസികളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്തതോടെ പഴയ പള്ളി മതിയാകാതെ വരികയും തുടർന്ന് 1933 ഒക്ടോബർ 28 അന്നത്തെ മൈസൂർ രാജാവ് പുതിയ പള്ളിക്ക് തറക്കല്ലിടുകയും ചെയ്തു. ജർമ്മനിയിലെ കൊളോൺ കത്തീഡ്രലിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഫ്രഞ്ച് ആർക്കിടെക്റ്റായ ഡാലിയാണ് ഈ പള്ളി രൂപകൽപ്പന ചെയ്തത്. പള്ളിക്ക് 175 അടി ഉയരമുള്ള 2 വലിയ ഗോപുരങ്ങളും ആകാശത്തു നിന്നും നോക്കിയാൽ ഒരു കുരിശിന്റെ ആകൃതിയുമാണ് ഈ പള്ളിയുടെ ഘടന. പള്ളിയുടെ ജനാലകൾ ഫ്രാൻസിൽ നിന്നും കൊണ്ടുവന്ന വർണ്ണ ഗ്ലാസുകൾ ഉപയോഗിച്ച് യേശുവിന്റെ ജനനം, അന്ത്യത്താഴം, കുരിശുമരണം, ഉയർത്തെഴുന്നേൽപ്പ് എന്നിവയും ഈ ഗ്ലാസ് ചിത്രങ്ങളിൽ മനോഹരമായി ആവിഷ്കരിച്ചിരിക്കുന്നു. പള്ളിയുടെ അൾത്താരയ്ക്ക് താഴെയായി ഒരു ഭൂഗർഭ അറയുണ്ട്. ഇവിടെയാണ് വിശുദ്ധ ഫിലോമിനയുടെ തിരുശേഷിപ്പും രൂപവും സൂക്ഷിച്ചിരിക്കുന്നത്. പള്ളിയുടെ മുന്നിലായി വലിയ കൊടിമരവും സെന്റ് ജോസഫിന്റെയും ഫിലോമിനയുടെയും ആൾരൂപവും കാണാട്ടോ. പുറമെ നിന്ന് നോക്കുന്നതിന് പോലെ തന്നെ കേട്ടോ ഇതിന്റെ ഉൾവശവും വളരെ മനോഹരമാണ്. മൈസൂരൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു നിർമ്മിതി തന്നെയാണ് കേട്ടോ ഫിലോമിന ചർച്ച്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യണേ.